എന്നാലും രത്നമ്മേ എന്റെ അടുത്ത് ഈ ചതി വേണ്ടായിരുന്നു. നീയല്ലേ പറഞ്ഞ നിന്റെ മോള് റേഷൻ കാർഡ് ശരിയാക്കി തരൂ. ഞാൻ എല്ലാവർക്കും ഒപ്പം അപേക്ഷ കൊടുത്ത് എല്ലാവർക്കും റേഷൻ കാർഡ് കിട്ടി. എനിക്ക് മാത്രം ഇതുവരെ റേഷൻ കാർഡ് കിട്ടിയില്ല. ഇത് ചതിവല്ലേ നീ ചെയ്തത്? ഇത് ചേച്ചിയുടെ സ്ഥിരം പരിപാടിയാണ്. ചേച്ചിയുടെ വിചാരം മെമ്പർ എന്ന് പറഞ്ഞാൽ രാജാവാണെന്നാണ്. ഈ പറ്റണ കാര്യം ചേച്ചി എടുത്താ പോരെ. ഈ പറ്റാത്ത കാര്യമൊക്കെ ചേച്ചിക്ക് പറഞ്ഞൂടെ എന്നെ കൊണ്ട് പറ്റൂല എന്ന്. ആ അമ്മ വേറെ ഏതെങ്കിലും വഴിക്ക് ശരിയാക്കത്തില്ലായിരുന്ന? ഇങ്ങോട്ട് വാ. എന്നാ എന്താണ് ഏട്ടൻ ഇങ്ങോട്ട് വന്നേ. ചമ്മണ മുഖം കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ കാണാട്ടാ പെങ്ങളുടെ മുഖത്തോട്ട് വയ്ക്കോ. നിന്നെ കാണാവുന്ന അമ്മ. എന്താടി നീ കാണിച്ചത്? അല്ല നിന്നെ കൊണ്ട് ഒക്കുന്ന കാര്യങ്ങളെ നീ കേൾക്കാവൂ. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. മെമ്പർ പിടിച്ചോണ്ട് നടക്കുന്നത് കണ്ട. അവരോട് അപേക്ഷിച്ച് എല്ലാവർക്കും റേഷൻ കാർഡ് കിട്ടിയല്ല, അവർക്ക് മാത്രം കിട്ടിയില്ല. എന്താ പറ്റി? എന്തായിരുന്നു അത് ഒപ്പിച്ചു കൊടുക്കാരുന്നത്? ഒക്കത്തില്ലെങ്കിൽ കേൾക്കരുത്. മെമ്പറും കൊണ്ട് നടക്കുന്നു. മോള് വോട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ്. എന്നിട്ട് എനിക്കും ഒരു സഹായത്തിന് ആരും ഇല്ലാതായില്ലേ മോളെ? എന്തുവാടി ഇത്? അത് നീ ഒന്നും ചെയ്തില്ലേ? അതെ മറന്നുപോയാ? പറ്റില്ല പറഞ്ഞായിരുന്നു. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഏറ്റിട്ട് നാട്ടുകാർ. അതല്ല പിന്നെ അമ്മയും മോനും മരുമോളും കൂടി ഒരു വീട്ടിലല്ലേ താമസിക്കണേ? അതെ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു റേഷൻ കാർഡ്, അതിൽ നിന്ന് അമ്മയുടെ കാർഡ് വെട്ടി അമ്മയുടെ പേര് വെട്ടിയിട്ട് വേറെ കാർഡ് ആക്കണമെങ്കിൽ അമ്മ ഇപ്പൊ താമസിക്കുന്ന ഒരു ചായ്പില്ല ആ വീടിന്റെ പുറകെ. ആ വീടിന് കിട്ടുന്ന നമ്പർ ഒന്നുമില്ല, വീട് നമ്പർ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അത് ആദ്യം ശരിയാക്കണം. അത് ശരിയാക്കി കഴിഞ്ഞാലേ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇതുവഴി അക്ഷയ വഴി അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? മോളെ അക്ഷയയിലൊക്കെ ഞാൻ അപേക്ഷ കൊടുത്തു. അതിന് ആദ്യം നമുക്ക് ഈ വീട്ടു നമ്പർ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വില്ലേജിലും പഞ്ചായത്തിലും എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അവിടെ അന്വേഷിക്കാൻ ആള് വരും. അപ്പൊ അമ്മ ഒന്ന് ചെയ്താ മതി. അല്ലാതെ ഞാൻ അതിന് ഉപേക്ഷിച്ചെന്ന് വിചാരിച്ചിട്ടില്ല. അവള് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. ഓരോന്നിനും അതിന്റെ സമയം എടുക്കൂലേ? അറിയാവുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞാ അവിടുത്തെ കഷ്ടപ്പെടുന്നില്ല. എന്റെ പുറകെ താമസിയാതെ കിട്ടും അമ്മേ, വിഷമിക്കണ്ട. ശരി മോളെ, എല്ലാവർക്കും റേഷൻ കാർഡ് കിട്ടിയപ്പോൾ എനിക്കൊരു ആദ്യമായി. അതുകൊണ്ടാ ഞാൻ മോളുടെ ഇത്രയും തട്ടിക്കയറിയത്. സോറി മോളെ. അതൊന്നും സാരമില്ല, അറിയാത്തോണ്ടല്ലേ. അവർക്കൊക്കെ റേഷൻ കാർഡ് കിട്ടിയത് ഇതിൽ നേരത്തെ അപേക്ഷിച്ചവരോ അല്ലെങ്കിൽ വീട്ട് നമ്പറൊക്കെ ഉള്ളവരായിരിക്കുവേ. മോളെ ഈ കൊച്ചൻ പറഞ്ഞ് ചേച്ചി ഒരു കാര്യമായിട്ടാ അത് നടക്കൂല എന്ന്, നടത്തി തരൂല എന്ന്. എവിടെ പോണ്? ഇരിക്കവിടെ എവിടെ ഇരിക്കാൻ? ദേവകി, ഞാൻ ഉള്ള കാര്യം പറയല്ലേ, ഒന്നും അറിയത്തില്ല. ഈ വായി വരുന്നത് കോതയ്ക്ക് പാട്ട്. അതാ ഇത് എന്തും ചുമ്മാ അങ്ങ് പറഞ്ഞോണ്ടിരിക്കും ആരെയൊക്കെ. എൻ്റെ മോൾ അതല്ല, അന്തസ്സായിട്ട് എല്ലാം പെരുമാറും. ഉള്ളത് പറഞ്ഞത് തന്നെ ആയിരിക്കും. പക്ഷേ ഇതിനൊക്കെ ഇത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് പല കാര്യങ്ങളില്ലേ. അപ്പോൾ അവൾ അതിൻ്റെതായ രീതിയിൽ നിനക്ക് റേഷൻ കാർഡ് ഒപ്പിച്ച് തരും. വിഷമിക്കേണ്ട കേട്ടാ. അറിയാൻ വയ്യാത്ത കാര്യം എന്തിനു വെച്ചാ പറയാൻ പോണത്? നീ പറഞ്ഞ ശരിയാണ്. ഒരാൾ ചമ്മ